നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു കാസർകോട്ടെ ജിന്നുമ്മ മോഡൽ കൊലപാതകം. അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകളും വാർത്തകളൊക്കെ കണ്ട് സ്ക്രോൾ ചെയ്ത് വിടാതെ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാ ദിവസവും അയാൾ നദി കടന്നിട്ടായിരുന്നു തന്റെ പാൽ കച്ചവടം നടത്തിയിരുന്നത്. നദിയുടെ മധ്യഭാഗത്തെത്തുമ്പോൾ നദിയിൽ നിന്ന് ഏതാനും വെള്ളമെടുത്ത് തൻ്റെ പാൽക്കുപ്പിയിലേക്ക് അയാൾ വെള്ളം ചേർക്കും. എന്നിട്ട് തൻ്റെ ശുദ്ധമായ പാലെന്ന വ്യാജേനെ തൻ്റെ സമീപത്തുള്ള പ്രദേശവാസികൾക്കൊക്കെ ആ പാൽ കച്ചവടക്കാരൻ പാൽ വിൽക്കുകയാണ്. വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ അദ്ദേഹം വലിയൊരു ധനികനായി ആ നാട്ടിലെ തന്നെ വലിയൊരു നല്ല സമ്പത്തുള്ള ഒരാളായിട്ട് മാറുകയാണ്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം വന്നു. ആ വിവാഹത്തിന് വേണ്ടി തൊട്ടപ്പുറത്തുള്ള ജ്വല്ലറിയിൽ നിന്ന് നല്ല വിലപിടിപ്പുള്ള ആഭരണങ്ങളും അതുപോലെ തന്നെ കല്യാണത്തിന് ആവശ്യമായ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളൊക്കെ ആയിട്ട് അദ്ദേഹം ആ ഒരു അങ്ങാടിയിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോരുന്നു. വീട്ടിലേക്ക് എത്തണമെങ്കിൽ താൻ എല്ലാ ദിവസവും മുറിച്ചു കടക്കാറുള്ള നദിയിലൂടെ തിരിച്ചു പോരണം. അദ്ദേഹം തോണിയിൽ കയറി തൻ്റെ വിലപിടിപ്പുള്ള സ്വർണവും സാധനങ്ങളൊക്കെ ആയിട്ട് വീട് ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ആ തോണി ആ തോണിയിൽ കയറ്റി വെച്ച ആ സാധനങ്ങളുടെ ഭാരം കാരണത്താൽ അത് മുങ്ങിപ്പോവുകയാണ്. അദ്ദേഹം വാവിട്ട് കരയുകയാണ്. ഞാൻ എത്രയോ കഷ്ടപ്പെട്ട് സമ്പാദിച്ച എൻ്റെ സ്വർണങ്ങൾ, ഞാൻ വിലപിടിപ്പുള്ള ഒരുപാട് വാങ്ങിയ അങ്ങാടിയിൽ നിന്ന് വാങ്ങിയ എൻ്റെ വസ്തുക്കളെല്ലാം ഇന്ന് പുഴയ്ക്കുള്ളിലാണ്. അദ്ദേഹം ഇങ്ങനെ അട്ടഹസിച്ച് കരയുമ്പോൾ ആകാശത്ത് നിന്ന് ഒരു അശരീരി വരികയാണ്. എടോ, എന്തിനിങ്ങനെ അട്ടഹസിക്കുന്നു? ഈ പുഴയിൽ നിന്ന് നീ എടുത്ത വെള്ളം കൊണ്ടല്ലേ നിന്റെ പാലിൽ നീ മായം ചേർത്തിട്ടുള്ളത്. പാവപ്പെട്ടവരായ നിന്റെ നാട്ടിലുള്ളവരെ നീ പറ്റിച്ചെടുത്ത ഈ സമ്പത്ത് അതാ പുഴ തന്നെ അങ്ങ് തിരിച്ചെടുത്തിരിക്കുന്നു. അത്യാഗ്രഹം തലക്ക് പിടിച്ചവരുടെ ജീവിതം നമ്മൾ ഓഡിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ബാലൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് പരാജയങ്ങളായിരിക്കും, ഒരുപാട് സങ്കടത്തിന്റെ കഥകളായിരിക്കും. എന്നാൽ അധ്വാനിച്ചുകൊണ്ട് ജീവിതത്തിന്റെ കുറുക്ക് വഴിക്ക് പിന്നാലെ പോകാതെ അധ്വാനിച്ചുകൊണ്ട് ജീവിച്ചവരുടെ അവസാനത്തെ കാര്യങ്ങളെ വെച്ച്, അവരുടെ അന്ത്യത്തെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവർക്കുള്ളിൽ ഒരുപാട് സ്നേഹത്തിന്റെ കഥകളെ അവർക്ക് പറയാനുണ്ടാകും, ഒരുപാട് സന്തോഷത്തിന്റെ കഥകൾ അവർക്ക് പറയാനുണ്ടാകും. അത്യാഗ്രഹം അമിതാപത്താണേ, അതിൽ ഇനി ആരും പെട്ടുപോകരുത് എന്ന് ജിന്നുമ നമ്മളോട് പറയാതെ പറയുന്നുണ്ട്. അത്യാഗ്രഹം നമ്മുടെ ജീവിതത്തെ തന്നെ അപകടത്തിലാക്കുമെന്ന് ഷമീന എന്ന ജിന്നുമ നമുക്ക് പറഞ്ഞു തരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസത്തെ ഒരിക്കലും കച്ചവട ചരക്കാക്കരുത് എന്നുള്ളതാണ്. എല്ലാവിധ തട്ടിപ്പുകളെ കുറിച്ചും കച്ചവടങ്ങളിൽ നടക്കുന്ന വഞ്ചനകളെ കുറിച്ചും ഒരു പക്ഷെ സാധാരണക്കാരേക്കാൾ ഒരു പടി കൂടുതൽ അറിയുന്നവരാകും വ്യവസായികൾ. എന്നിട്ട് പോലും അബ്ദുൽ ഗഫൂർ ഹാജി എന്ന് പറയുന്ന ആ വ്യവസായ പ്രമുഖനിൽ നിന്ന് 596 പവൻ സ്വർണം ഈ തട്ടിപ്പ് സംഘം തട്ടിയെടുക്കുമ്പോൾ എല്ലാ തട്ടിപ്പുകളെ കുറിച്ചും ബോധമുള്ള ഈ പ്രമുഖ വ്യവസായിയെ കെണിയിൽപ്പെടുത്താൻ ഈ തട്ടിപ്പ് സംഘം ഉപയോഗിച്ച കെണി എന്ന് പറയുന്നത് മതത്തിലെ വിശ്വാസത്തെയായിരുന്നു. പക്ഷേ വിശ്വാസവഞ്ചന നടത്തിയവരാരെയും കാലം അധികകാലം പൊറുപ്പിക്കില്ലെന്ന് ഈ കൊടും ക്രൂരതയിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്. അവസാനമായി പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകുമെന്ന പ്രാപഞ്ചിക സത്യം കൂടെ നമുക്ക് മനസ്സിലാകുന്നു. ഈ ലോകം എല്ലാവരുടേതുമാണ്. കള്ളം കൊണ്ട്, അസത്യം കൊണ്ട് ഈ പ്രപഞ്ചത്തെ കീഴടക്കുക എന്നുള്ളത് അസാധ്യമാണ്. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. എന്നാൽ ആ തെറ്റിനെയും വഞ്ചനയെയും ജീവിതോപാധിയാക്കി മാറ്റിയാൽ അതിന് അല്പായുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ജിന്നുമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതെ, വിശ്വാസവഞ്ചനയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന പ്രകൃതിയുടെ പാഠത്തിൻ്റെയും അവസാനത്തെ ഉദാഹരണമാണ് ജിന്നുമ്മ. ഇത്തരത്തിലുള്ള കൊടും ക്രൂരരായ കൊലയാളികൾ ഇനി നമ്മുടെ നാടിന് കാണേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുന്നു.